ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി കിച്ചൺ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കൂട്ടുകറിയുടേതാണ്. ഓണത്തിനൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കൂട്ടുകറി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഒരു കപ്പ് വെള്ളക്കടലയും ഒരു കപ്പ് ഗ്രീൻ പീസും വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്നതാണിത്. ഇത് ആദ്യമായിട്ട് നമുക്കൊരു പാത്രത്തിലിട്ട് വേവിക്കാനായിട്ട് വെക്കാം. കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെള്ളത്തിനകത്ത് ഞാനൊരല്പം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അടുത്തതായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഈ വറ്റൽമുളകും കുരുമുളകും കൂടി ഒന്ന് നമുക്ക് നെയ്ക്കകത്ത് മൂപ്പിച്ചെടുക്കണം. 10 വറ്റൽമുളകും 1/4 കപ്പ് കുരുമുളകുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നെയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരല്പം ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് മുളകും കുരുമുളകും കൂടെ ഇട്ട് കൊടുത്താൽ മതി. ജീരകം ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളകും കുരുമുളകും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടുകയാണ്. കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി മൂപ്പിക്കാം. ഇപ്പം നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന കടലയും ഗ്രീൻ പീസും കൂടി ഒന്ന് പകുതി വേവായിട്ടുണ്ട്. ഇതിപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊന്ന് വാങ്ങി വെക്കുകയാണ്. അടുത്തതായിട്ട് കൂട്ടുകറിക്ക് വേണ്ട വെജിറ്റബിൾസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് മത്തങ്ങയാണ്, ഇത് വെള്ളരിക്ക, ക്യാരറ്റ്, പടവലങ്ങ, ഇത് ചേനയും കായും കൂടെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അത് 2 കപ്പുണ്ട്. ബാക്കിയെല്ലാം ഓരോ കപ്പ് വീതമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം കൂടെ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യമേ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കടലയും കൂടെയാണ് ഇടുന്നത്. അതിൻ്റെ കൂട്ടത്തിലേക്കാണ് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇളക്കി ഇടുകയാണ് എല്ലാം കൂടെ ഒന്ന്. വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് വേഗം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ. ഇതിലേക്ക് ഞാൻ ഒരല്പം കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കായപ്പൊടിയും കൂടെ ഇട്ട് അടച്ചു വെച്ച് കുറച്ചുകൂടി വയ്ക്കാം. അടുത്തായിട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിയണം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് 2.5 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കാം. തേങ്ങ ഇങ്ങനെ ഒന്ന് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങ മൂപ്പിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണയിലേക്ക് ഒരല്പം ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉഴുന്ന് മൂത്തതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. ഉഴുന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുത്താൽ മതി. ഉഴുന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ച തേങ്ങയും കൂടെ ഇട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ നന്നായിട്ടൊന്ന് ഇപ്പം നമ്മുടെ പച്ചക്കറി എല്ലാം കൂടെ ഒന്ന്
വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകും കുരുമുളകിൻ്റെയും പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കാം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇനി കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. മൂപ്പിക്കാൻ വെച്ചിരുന്ന തേങ്ങ ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഒന്നുകൂടി ഒന്ന് മൂപ്പിക്കുകയാണ്. കറിവേപ്പിലയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഈ തേങ്ങയുടെ പകുതി തേങ്ങ എടുത്ത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. പകുതി എടുക്കുന്നുള്ളൂ. ഇതുപോലെ തേങ്ങ ഒന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ നമുക്ക് നമ്മുടെ വെജിറ്റബിൾസിനകത്തേക്ക് ചേർക്കുകയാണ്. തേങ്ങ ഇട്ടിട്ട് നമുക്ക് വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ബാക്കി ഭാഗം കൂടെ ഈ വെജിറ്റബിൾസിലേക്ക് ഇടുകയാണ്. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ എല്ലാം കൂടെ. ഒരല്പം വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടുകറിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.